യുവജനങ്ങളുടെ ഒരു പേടി സ്വപ്നമായി എന്തുകൊണ്ട് കേരളം മാറുന്നു? നമുക്കറിയാം, ഒരു ഗൾഫ് കുടിയേറ്റം 70-കളിൽ അല്ലെങ്കിൽ 60-കളിലൊക്കെ സംഭവിച്ചത് അതൊരു ഡിസ്ട്രസ്, ഒരു മൈഗ്രേഷൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഗത്യന്തരമില്ലാതെ ഗൾഫിലേക്ക് കുടിയേറുന്നു. അതേ ഒരു പാറ്റേൺ നമുക്ക് ഈ 2020-25 ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതായത് ഗത്യന്തരമില്ലാതെ നാട് വിടേണ്ടി വരുന്ന ഒരു അവസ്ഥ. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഒരു മൈഗ്രേഷൻ കേരളത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് സംഭവിക്കുന്നു? അത് ഏറ്റവും കൂടുതൽ പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് ഏത് സമുദായത്തെയാണ്? ഫാദർ ടോം ഒലിക്കരോച്ച്. ജോർജി, ഈ ഒരു ആശങ്കകൾ ജോർജി ആരംഭത്തിൽ സൂചിപ്പിച്ച ആശങ്കകളെല്ലാം വാസ്തവമായിരിക്കും തന്നെ. കുടിയേറ്റത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യ ചരിത്രത്തിന്റെ തന്നെ ഭാഗമായിട്ട് തന്നെ കുടിയേറ്റങ്ങൾ എപ്പോഴും ഉണ്ട്. കുടിയേറ്റം ഒരു സ്വാഭാവികമായ മാനുഷിക ചോദനയിൽ നിന്ന് സംഭവിക്കുന്ന കാര്യമായിട്ട് തന്നെയാണ് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ എപ്പോഴും കടക്കുന്നത്. ഇനി നമ്മൾ ബൈബിളിന്റെ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ കുടിയേറ്റത്തിന്റെ വലിയ കഥ ചരിത്രം ആഖ്യാനം ചെയ്തുകൊണ്ടാണ് വേദപുസ്തകം ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തന്നെ വികസിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ കുടിയേറ്റത്തെ അതൊരു ആഗോള പ്രതിഭാസമാണ്. ലോകം ഇന്നൊരു ആഗോള ഗ്രാമമായിട്ട് മാറുന്നു, ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുടിയേറ്റത്തെ നമുക്ക് ഒരൊറ്റ അർത്ഥത്തിൽ നിഷേധിക്കാനോ തടഞ്ഞു നിർത്താനോ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ഇനി മലയാളികളുടെ ഇടയിലെ കുടിയേറ്റത്തെ കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുമ്പോൾ കഴിഞ്ഞ ഒരു 20 വർഷം കൊണ്ട് ഈ കുടിയേറ്റത്തിന്റെ ശൈലിയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനു മുൻപ് ഗൾഫിലേക്കോ മറ്റോ ഉള്ള സാമ്പത്തിക ലക്ഷ്യങ്ങളോടുകൂടിയുള്ള കുടിയേറ്റമായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ 20 വർഷം കൊണ്ട് അതിന് വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഒരു 2023 നടന്ന ഒരു മൈഗ്രേഷൻ സർവേയുടെ റിസൾട്ട് പറയുന്നത് ഏകദേശം കേരള ജനസംഖ്യയുടെ ഒരു 21.5% ആളുകൾ വിദേശങ്ങളിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. അതിൽ 80% ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ ബാക്കിയുള്ള ആളുകൾ വിവിധങ്ങളായ യൂറോപ്യൻ, അമേരിക്കൻ വൻകരകളിൽ, ഓസ്ട്രേലിയ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്നു എന്നുള്ള കണക്ക് പറയാം. ഇനി എന്തുകൊണ്ട് ഈ കുടിയേറ്റം സംഭവിച്ചു എന്നുള്ളതിനെ നമ്മൾ ആദ്യം ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ, നമ്മുടെ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് നമ്മളൊരു കാർഷിക സംസ്കാരത്തിന്റെയും കാർഷിക വൃത്തിയും ഒക്കെയാണ് നമുക്കുണ്ടായിരുന്നതെങ്കിൽ പിന്നീട് നമ്മുടെ സമൂഹത്തിൽ തന്നെയാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും വലിയ ഒരു വിദ്യാഭ്യാസ പുരോഗതി നമ്മുടെ സമുദായത്തിന് ഉണ്ടായി. അങ്ങനെ നമ്മൾ കൈവരിച്ച വിദ്യാഭ്യാസ നിലവാരത്തിന്റെയും തൊഴിൽ നൈപുണ്യത്തിന്റെയും ഒരു പരിണിത ഫലമാണ്, അതിന്റെ ഒരു റിസൾട്ടാണ് ഈ കുടിയേറ്റം എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ, നഴ്സിംഗ് കോളേജൊക്കെ ഈ കേരളത്തിൽ തന്നെ ആദ്യം തുടങ്ങുന്നത് ക്രൈസ്തവ സഭയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഇതിലെല്ലാം വഴി നമ്മുടെ സമുദായത്തിൽ നിന്ന് കുടിയേറ്റം ധാരാളം നടക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ആളുകളെ രൂപപ്പെടുത്തുന്നതിൽ, വിദ്യാഭ്യാസം കൊണ്ടും തൊഴിൽ നൈപുണ്യം കൊണ്ടും രൂപപ്പെടുത്തുന്നതിൽ ഈ സമുദായത്തിന് സാധിച്ചു എന്നുള്ളതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ് ഈ പറയുന്ന കുടിയേറ്റം. അതൊരു വളരെ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ചിന്റെ യൂത്ത് ലീഡർഷിപ്പ് ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു വിങ് 2023 കേരളത്തിലെ ഏകദേശം 100-ലധികം ചെറുപ്പക്കാരുടെ ഇടയിൽ, വിദ്യാർത്ഥികളുടെ ഇടയിൽ ഈ വിദ്യാർത്ഥി കുടിയേറ്റത്തിന്റെ, ചെറുപ്പക്കാരുടെ കുടിയേറ്റത്തിന്റെ കാരണങ്ങളെ കുറിച്ച് ഒരു പഠനം നടത്തി. ഈ പഠനത്തിന്റെ റിസൾട്ടിൽ അവർ പറയുന്നത് സാമ്പത്തിക ലക്ഷ്യമല്ല നമ്മുടെ ചെറുപ്പക്കാരുടെ കുടിയേറ്റത്തെ, ഈ വിദ്യാർത്ഥികളുടെ കുടിയേറ്റങ്ങളെയൊക്കെ പ്രധാന ആകർഷകമായിട്ടുള്ളത്, മറിച്ച് ഒരു തുറന്ന സമൂഹ വ്യവസ്ഥിതിയോടുള്ള അവരുടെ ഒരു ആഗ്രഹമാണ്. ഇപ്പൊ യൂറോപ്യൻ സാമൂഹ്യ രീതിയിൽ ഒരാളുടെ ജീവിതത്തിലോ അയാളുടെ സ്വകാര്യതയിലേക്ക് ഒരു കടന്നുകയറ്റമില്ല. ഈ പറയുന്ന മോറൽ പോലീസിങ്, ഇതൊക്കെ അപ്പൊ അങ്ങനെ ഒരു തുറന്ന സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ജീവിക്കാൻ, മെച്ചപ്പെട്ട ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ചെറുപ്പക്കാർ പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാന കാരണം. അപ്പോൾ നമ്മളിങ്ങനെ വ്യത്യസ്തമായ കാരണങ്ങളെ, കുടിയേറ്റത്തെ ഒരു പോസിറ്റീവായിട്ട് കണ്ടാൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം നേടിയ പുരോഗതിയുടെ, വിദ്യാഭ്യാസവും അതുപോലെ തൊഴിൽ നിപുണതയിലും നേടിയ പുരോഗതിയുടെ ഒരു അടയാളമാണ് നമ്മുടെ ചെറുപ്പക്കാർ വിദേശങ്ങളിലേക്ക് കുടിയേറുന്നതെന്ന് അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് പറയാം. അതിന്റെ എല്ലാ മറ്റ് ദോഷവശങ്ങളെയും നമ്മൾ പരിഗണിക്കാതെയാണ് പറയുന്നത്. പോസിറ്റീവായിട്ട് അതിനെ ആദ്യം നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും. ഇനി നമ്മൾ അതിന്റെ
നെഗറ്റീവായിട്ട് ഇതിന്റെ പ്രതികൂലമായിട്ടുള്ള കാരണങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്ന് കഴിഞ്ഞാൽ, ചെറുപ്പക്കാർ നാട് വിട്ടാൽ നാട് ഉറങ്ങുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വീട് ഉറങ്ങിപ്പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ മുമ്പിൽ അത് ഒരു നഗ്ന സത്യമായിട്ട് അവശേഷിക്കുന്നുമുണ്ട്. ആളുകളില്ലാത്ത, ചെറുപ്പക്കാരില്ലാതായി മാറുന്ന കുടുംബങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലുള്ള ആശങ്കാജനകമായ യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഈ കുടിയേറ്റത്തിന്റെ ഈ പ്രവണതയെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല. കുടിയേറ്റം മനുഷ്യ ചരിത്രത്തിൽ നിരന്തരം നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കേരളത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, കുടിയേറ്റം എന്ന് പറഞ്ഞ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എന്നാൽ ഒരു മികച്ച നയം ഈ സംസ്ഥാനത്ത് രൂപപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെയാണ് യുവജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ പറ്റുന്ന, മികച്ച തൊഴിലവസരങ്ങൾ ഉറപ്പുകൊടുക്കാൻ പറ്റുന്ന, തുറന്ന ഒരു സാമൂഹിക പരിതോവസ്ഥ സൃഷ്ടിക്കുന്ന, പുതിയ തൊഴിൽ സംരംഭങ്ങൾക്ക് സാധ്യതകളും സംരക്ഷണവും പ്രോത്സാഹനവും കൊടുക്കുന്ന നയങ്ങളും സമീപനങ്ങളും ഗവൺമെന്റുകളുടെ, രാഷ്ട്രീയ പാർട്ടികളുടെ, ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. നിർഭാഗ്യവശാൽ നമ്മൾ ഇപ്പോൾ കാണുന്നത് ഇവിടെയുള്ള ചെറുപ്പക്കാരുടെ ശത്രുക്കളെ പോലെയാണ് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളോ രാഷ്ട്രീയ പാർട്ടികളോ ഒക്കെ. ഒരു സംരംഭകന്റെ ശത്രുവായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഇന്നലെ തന്നെ കണ്ട ഒരു ദൃശ്യമാണ്. മീൻ വിൽക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ അടുത്ത് എന്ന് പറയാണ്, ഹർത്താൽ ദിവസം നിന്റെ മീനിനകത്ത് മണ്ണെണ്ണ ഒഴിക്കും എന്നാണ് ഭീഷണിപ്പെടുത്തുന്നത്. ഇതാണ് ഈ നാടിന് വന്നിട്ടുള്ള ഏറ്റവും പരിഹരിക്കപ്പെടേണ്ട വിഷയം. ഞാൻ വിശ്വസിക്കുന്നു ഇത് മനസ്സുവെച്ചാൽ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെയും പരിഹരിക്കാവുന്ന ഒരു വിഷയമാണ്. ഒരു ചെറുപ്പക്കാരന്റെ, ഒരു വ്യക്തിയുടെ ഉപജീവന മാർഗമായ പച്ച മത്സ്യത്തിൽ മണ്ണെണ്ണ ഒഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അവനെ വീട്ടിൽ അടച്ചിരുത്തി അവന്റെ ഉപജീവനം അന്നം മുട്ടിക്കുന്ന രാഷ്ട്രീയ ശൈലികൾ ജനാധിപത്യ സംസ്കാരത്തിലും സമൂഹത്തിലും ഭൂഷണമല്ലെന്ന് 21ാം നൂറ്റാണ്ടിൽ പോലും തിരിച്ചറിയാത്ത ഈ പ്രസ്ഥാനങ്ങൾ തന്നെ തിരുത്താൻ മനസ്സായാൽ തീർച്ചയായിട്ടും അതായിരിക്കും ഒരു തുറന്ന സമൂഹ നിർമ്മിതിയുടെ ആദ്യത്തെ കാൽവെപ്പെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.